വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? യെസ്, കം ഇൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജെയിംസിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് മിസ്റ്റർ ജോണി വരാൻ പറഞ്ഞത്. ജോണിയും ജെയിംസും വളരെ പഴയ സുഹൃത്തുക്കളാണ്. അവരൊരുമിച്ച് പഠിച്ചതാണ്. അന്നു മുതലേ വലിയ കൂട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ജെയിംസിന്റെ കാമുകി ആരാണെന്ന് ജോണിക്ക് അറിയാമായിരിക്കുമല്ലോ? അദ്ദേഹത്തിനറിയില്ല. അദ്ദേഹത്തിനറിയില്ല. മിസ്സസ് ജോണിക്കറിയാമോ? അറിഞ്ഞൂടാ. ജെയിംസിന്റെ കാമുകിയുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊന്ന് കാണണം. ഒരു പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയിട്ടില്ലെങ്കിൽ പ്രശ്നം ഈസിയായല്ലോ. ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി ഡോക്ടർ. മിസ്സസ് ജോണിക്ക് എങ്ങനെ അറിയാം? അതവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടർ. ജെയിംസ് പറയുന്നത് പലതും കള്ളമല്ലേ? ഒരു പക്ഷേ ഇതും കള്ളമാണെങ്കിലോ? എങ്കിൽ ജെയിംസിന് ഇത്രയും വിഷമം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ എന്തൊരു വിഡ്ഢിയാണ്. അയാളെക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ പിന്നാലെ പോയി പെൺകുട്ടിയെ ഓർത്ത് വേദനിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ആ പെണ്ണിന്റെ നില ഡോക്ടർ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. എനിക്കവളെ അറിയില്ലല്ലോ. എന്താ, ഫാന്റെ സ്പീഡ് കൂട്ടണോ? വേണ്ട. ചിലർക്ക് നല്ല കാറ്റ് വേണം. എനിക്ക് ഈ ഫാന്റെ കാറ്റ് ഇഷ്ടമേ അല്ല. എന്നാൽ ഞാൻ പോട്ടെ ഡോക്ടർ. മിസ്റ്റർ ജോണി വന്നിട്ടല്ലേ പതിഞ്ഞു പോകുന്നുള്ളൂ? അല്ല ഡോക്ടർ, ഞാൻ അതിന് മുമ്പേ പോകും. ഇവിടെ ബോറടിച്ചാണില്ലേ? രോഗമില്ലാത്തവർക്ക് രോഗികൾ അല്ലെങ്കിൽ ഒരു ബോറാണ്. വരട്ടെ. വേണമെങ്കിൽ ഞാൻ ടാക്സി വിളിപ്പിക്കാം. അതോ മിസ്റ്റർ ജോണിക്ക് ഫോൺ ചെയ്യണോ? വേണ്ട, ആരെങ്കിലും അയച്ച് ഒരു ടാക്സി വിളിപ്പിച്ചാൽ മതി. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കണ്ടത് നന്നായി. ഇയാളോട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? സിസ്റ്ററോട് എനിക്ക് കെറുവ. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? ഒരു കൊച്ചു വഞ്ചി 3 പേർക്ക് കയറാനോ? പിന്നെ ഒരാൾ കയറിയ വഞ്ചി മുങ്ങിപ്പോവും. അക്കരെ പോകാൻ 4 പേരുണ്ട്. വാസുവിന്റെ ഭാര്യ, ചന്ദ്രന്റെ കാമുകി. ഒരുമിച്ച് പോണം. എന്ത് ചെയ്യും? സൈക്കിളം കേട്ടാ. ഗുഡ് മോർണിംഗ് മാഡം. ഇന്നെന്താ നടന്നു പോകുന്നത്? കാറില്ലേ? ഞാൻ നടക്കുന്നതും കാറിൽ പോകുന്നതല്ല എന്റെ ഇഷ്ടം. നിങ്ങളാരാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ? ഇപ്പോഴാരുമല്ല, പക്ഷേ ആരെങ്കിലും ആകണമെന്നുണ്ട്. മിസ്റ്റർ. യെസ് മാഡം. കുറെ നാളായല്ലോ നിങ്ങൾ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞാൽ 1 കൊല്ലം 6 മാസം 7 ദിവസം. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വെള്ളസാരിയിൽ ചുവന്ന മഷി ഒഴിച്ചു. ഓർമ്മയുണ്ടല്ലോ. ഇന്നൊരിക്കൽ എന്റെ പുസ്തകത്തിൽ ഞാൻ അറിയാതെ ലവ് ലെറ്റർ എഴുതി വെച്ചു. ഫാന്റാസ്റ്റിക് മെമ്മറി. ക്ഷമിക്കണം, സത്യത്തിൽ അന്ന് എനിക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായിരുന്നില്ല. ബന്ധമോ? നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. നോക്കൂ മിസ് സീമയെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സിനോട് തോന്നി, ഈ പെണ്ണിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. 2 ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഭൂതോദയമുണ്ടായി. സീമ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ഭാര്യയായിരുന്നു. മിസ്റ്റർ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിക്കും. സാരമില്ല, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറെ കൊടുത്തതല്ലേ. സീമ ഒന്ന് ഓർത്തു നോക്കും. നമ്മൾ 2 പേരും കൂടി താജ്മഹൽ കാണാൻ പോയി. അപ്പോൾ ഞാൻ ഷാജഹാനായി വന്ന് എന്നെ പേടിപ്പിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ താജ്മഹൽ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴല്ല, കഴിഞ്ഞ ജന്മത്തിൽ. അപ്പോൾ എന്റെ പേര് അരവിന്ദൻ എന്നായിരുന്നു. എന്റെ പേര് സുമയൻ. ഇപ്പൊ അരവിന്ദൻ ആൻഡുവായി സുമസീമേ. വിധിയുടെ ഒരു പോക്ക്. നിങ്ങളുടെ രോഗം എനിക്ക് മനസ്സിലായി. അസൽ വട്ട്. ഗാഡ്, കറക്റ്റ്. വട്ടപ്പറമ്പിൽ ഒന്നായിരുന്നു അന്ന് നമ്മുടെ വീട്ടുപേര്.
സിസ്റ്റർ. പിന്നെ നമ്മൾ അത് റൗണ്ട് ലൈൻ പെണ്ണാക്കി മാറ്റി. തീർച്ചയായും ഞാൻ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കിക്കും. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവനാണ് ഞാൻ. എനിക്കറിയാം സീമ ആരോടും കംപ്ലൈന്റ് ചെയ്യില്ല എന്ന്. എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ പോന്നു. അയ്യോ, നടന്നു ക്ഷീണിക്കണ്ട. ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നടന്നു പോയിക്കൊള്ളാം. എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട. ഹലോ മിസ്. കഷ്ടപ്പെട്ട് ആലോചിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തി പോയി. ഇനിയിപ്പോ എന്താ ഒരു വഴി? നിന്റെ ശ്രീകോവിലിൽ സ്വപ്നോത്സവമല്ലോ, ചക്രവാളം ചാമരം വീശും ചക്രവർത്തി രാത്രി. ഒന്ന് വേഗം വരൂ പത്മിനി. എവിടെ പോകാനാ മോനെ? നഴ്സിംഗ് ഹോമിൽ. പത്മിനി ഇന്നലെയും വന്നതല്ലേ? എപ്പോഴും ആരെങ്കിലും കൂടെ ഉള്ളത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ അവൾക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. 100 കൂട്ടം ജോലിയുണ്ട്. എന്ന് അമ്മ വാ. അവിടെ ആരും വേണമെന്നില്ല. മിണ്ടാനും പറയാനും അവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ആരും വരണ്ട. ജോലിയും കളഞ്ഞ് ഞാനിരിക്കാം. അമ്മ വരാൻ മോനെ. എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മോള് പോയി മേൽമുണ്ടെടുത്തോണ്ട് വാ. അമ്മ വരാം. ആ ബെഡ് നമ്പർ 13 പേഷ്യന്റിനെ നല്ലൊരു ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ആ പേഷ്യന്റിന് ചുറ്റും പ്രത്യേകിച്ച് വിഷമമുണ്ടാകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ നോക്കണം. വേണമെങ്കിൽ ബെഡ് നമ്പർ 12 വേറെ കൂട്ടിന് ഷിഫ്റ്റ് ചെയ്തേക്കൂ. അമ്മയോ? എന്താ ഇന്ന് പത്നി വന്നില്ലേ? ഇല്ല, അവൾക്ക് അവിടെ വീട്ടുകാര്യങ്ങൾ ഒരുപാടില്ലേ. വീട്ടുകാര്യങ്ങൾ നോക്കാൻ മകളെക്കാൾ നല്ല അമ്മയല്ലേ? അമ്മ ഇരിക്കും. ജെയിംസിന് എങ്ങനെയുണ്ട് ഡോക്ടർ? വന്നതുപോലെ തന്നെ ഇരിക്കുന്നു. രോഗമുണ്ടെങ്കിലല്ലേ ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നമുക്ക് ഇയാളുടെ ഭാരമേക്കേണ്ട കാര്യമില്ലെന്ന് ഡോക്ടർ ജോണിയോടൊന്ന് പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവർ വലിയ കൂട്ടുകാരല്ലേ? കൂട്ടും സ്നേഹം ഒക്കെ ശരി തന്നെ. പക്ഷേ ഇതിനൊക്കെ ഒരു അതിർത്തിയില്ലേ? അപ്പോൾ ജെയിംസ് അവിടെ താമസിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? അല്ല. ജെയിംസ് ഒരു നല്ല ചെറുപ്പക്കാരനാണല്ലോ. അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പ്രായമായ പെൺകുട്ടികളുള്ള വീടല്ലേ, ആളുകൾ എന്ത് വിചാരിക്കും? അതല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. ഇല്ല. ആരോ കാണാൻ വന്നിരിക്കുന്നു. ആരായാലും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. ഞാൻ വിളിക്കാം. ഇതിൽ നിന്ന് എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഇന്നലെ മുതൽ ഞാനും അത് ആലോചിക്കുകയാണ്. പത്മിനി ഡോക്ടറോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും എന്നോട് നേര് പറയുന്നില്ല. അമ്മയും എന്തൊക്കെ ഒളിക്കുന്നുണ്ടെന്നാണ് എന്റെ സംശയം. ഡോക്ടർ, ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഒരു ബന്ധുവിനെ പോലെ ആ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട്. ഈ കാര്യത്തിൽ അമ്മയ്ക്കുള്ള അത്ര ഉത്കണ്ഠയും വിഷമവും എനിക്കുമുണ്ട്. ഡോക്ടർക്ക് വല്ലതും അറിയാമോ? ഒരു പക്ഷേ അമ്മയ്ക്കറിയാവുന്നത്രയെങ്കിലും എനിക്കും അറിയാം. എന്റെ മകൻ. അമ്മ വിഷമിക്കാതിരിക്കും. എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാവും. ഞാനെല്ലാം പറയാം. എനിക്കറിയാവുന്നത് മുഴുവൻ. പക്ഷേ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. പറയൂ. ചേച്ചി ചേച്ചി, അമ്മയ്ക്ക് വിളിക്കുന്നു. അമ്മ നഴ്സിംഗ് ഹോമിൽ നിന്ന് വന്നോ? വന്നിട്ട് എത്ര നേരമായി? കഥ കിടക്കും. ആ സാക്ഷരയുടെ